മേഡം പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? അല്ല മേഡം, അങ്ങനെയൊക്കെ പറഞ്ഞ എന്താടോ തനിക്ക് പേടിയുണ്ടോ? പേടിയൊന്നുമില്ല മേഡം. പിന്നെന്താടോ മരിച്ചു നിൽക്കുന്നേ? അത് പിന്നെ വേണ്ട, കാശ് എത്രയാന്ന് വെച്ചാ ഞാൻ തരാം. താൻ പണിയെടുക്ക്. ശരി മേഡം, ഞാൻ ചെയ്തോളാം. വേഗം ശബ്ദം കേട്ട് ആരും ഇങ്ങോട്ട് വരരുത്. ശരി മേഡം. ശരി മേഡം, ഞാൻ കഴിയാനായി. കഴിഞ്ഞോ? മേഡം, ഇതിലെല്ലാരും കൊള്ളുന്നു എനിക്ക് തോന്നുന്നില്ല. ഇതെന്താ നമ്മൾ ചെയ്യാ? മേഡം, ഒരാളെ നമുക്ക് പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയാലോ? അത് റിസ്ക് ആവില്ലേ? ഇല്ല മേഡം, ഞാൻ നോക്കിക്കോളാം. എനിക്ക് അറിയാവുന്ന ഒരു സ്ഥലമുണ്ട്. ഇതിലൊരുത്തിയെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. ബാക്കി രണ്ടുപേരും ഇവിടെ തന്നെ സെറ്റാക്കാം. ശരി, എന്നാ അങ്ങനെ തന്നെ ആക്കാം. മേഡം, ഇവരെ നമുക്ക് പുറത്തു കൊണ്ടുപോവാം. ശരി, താ മണ്ണ് മൂട്. ശരി മേഡം. കുഴിച്ചു മൂടാടാ രണ്ടെണ്ണത്തിനെയും. ശരി ശരി കൊച്ചമ്മേ. ഇനി ഇവളെന്താ ചെയ്യുന്നേ? കൊച്ചമ്മേ, ഞാൻ പറഞ്ഞോളൂ, ഇവളാ കാട്ടിലേക്ക് കൊണ്ടുപോവാ. ശരി, താൻ അവളെ എടുത്ത് പുറത്തേക്ക് വാ. ഞാൻ വണ്ടിയൊക്കെ ശരിയാക്കട്ടെ. ശരി കൊച്ചമ്മേ. പറ്റുമോളെ, എനിക്കറിയാം അവളെ. അത്രയും നിഷ്ഠയാ അവള്. മോളെ, ഒരു നിമിഷം പോലെ അച്ഛൻ ഇനി ഇവിടെ നിൽക്കില്ല. നീ അച്ഛന്റെ കൂടെ വരുന്നോ? നമ്മള് അവരെ കൊന്ന് നമ്മളെ കൊല്ലാനും മടിക്കില്ല മോളെ. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടണം. ശരി മേഡം. മേഡം വണ്ടി എടുത്തോ, ഞാനും പുറകിൽ നിൽക്കാം. ശരി. മേഡം, അവിടെ പോലീസ് ഉണ്ട്. മേഡം, ഞങ്ങളിവിടെ ഇറങ്ങിക്കോ. മേഡം എല്ലാം പോയിക്കോ. എന്നിട്ട് എങ്ങനെയെങ്കിലും ഞങ്ങൾ വന്നോളാം. ശരി മേഡം, ഞാൻ ഇവളുടെ മേത്ത് എന്തെങ്കിലും ഇടാം. എന്നിട്ട് ഞാൻ നടന്നു വരാം, അറിയാത്ത പോലെ. ഹോയ്, നിർത്ത്. മേഡം സാർ എങ്ങോട്ടാ? ഹോയ്, നിർത്ത്. എങ്ങോട്ടാ? ഇറങ്ങിക്കോട്ടെ. ഇല്ല മേഡം, ധൈര്യമായിട്ട് ഇറങ്ങി. ഞാനില്ല കൂടെ. അല്ല, ഇതൊരു കുസുമ കൊച്ചമ്മയോ? കൊച്ചമ്മ ഇതങ്ങോട്ട് ഈ പാതിരാത്രിക്ക്? വീട്ടിലൊരു പരിപാടി നടക്കായിരുന്നു. അതിന് കുറെ ഫുഡ് വേസ്റ്റ് ഉണ്ട്. അപ്പൊ അവിടെ എവിടെ സ്ഥലമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് അപ്പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയിടാം. അതിന് വന്നതാ. അതാരാ കൊച്ചമ്മ വണ്ടിയിൽ വേറൊരാള്? അത് പിന്നെ വീട്ടിൽ പണിക്കാരനോ? മേഡം ചെല്ലുന്ന. ഞാൻ വീട്ടിലേക്ക് ഒരു ദിവസം വരുന്നുണ്ട്. വരണം. ചോര തിരക്കായിട്ട് മുടങ്ങുക മേഡം. നമുക്ക് വേണ്ട പോലെ ചെയ്യാം. ശരി മേഡം, ഞാൻ വരാം. എന്നാ മേഡം വിട്ടോ. ശരി. അതുപോലെ കാശ് കായാ മതിയായിരുന്നില്ലേ സാറേ? അതേടെ തള്ളേന്റെ അടുത്ത് പൂത്ത കാശ. നീ വേറെ ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. അതെന്തായാലും പാളി. ശരി സാർ. അതേ കൊച്ചമ്മ, ഇതാ സ്ഥലം. ഇവിടെ വരെ വണ്ടി പോവുള്ളൂ. ശരി കൊച്ചമ്മേ. കൊച്ചമ്മ ഇതാണെന്നോ? ശരി കൊച്ചമ്മേ. കൊച്ചമ്മേ, ഇവിടെയാ? ശരി കൊച്ചമ്മേ. ശരി മേഡം. നീ എന്ത് നോക്കിക്കാ? കുഴി വേഗം
ശരി ശരി. വേടാ എന്നാ നമുക്ക് പോയല്ലോ, നമ്മളിവിടെ അധികം നിൽക്കുന്ന അപകട. ആ വേണം ഓടിയിട്ടുണ്ട്. കൊച്ചമ്മേ കൊച്ചമ്മേ എന്താടാ നീ വരുന്നില്ലേ? കൊച്ചമ്മേ അത് ഇതാരെങ്കിലും അറിയോ? എന്താടാ നിനക്ക് പേടിയുണ്ടോ? പേടി ഉണ്ടായിട്ടില്ല കൊച്ചമ്മേ. അത് പിന്നെ ഓഹോ നിനക്ക് പേടി തുടങ്ങിയല്ലേ? അതല്ല കൊച്ചമ്മേ, നമ്മൾ കൊന്നത് ഒരാളെയല്ല 3 പേരെയാ. അതിന് അല്ല കൊച്ചമ്മേ, പോലീസ് എങ്ങാനോ അറിഞ്ഞ. ഒരു ഈച്ച കുഞ്ഞു പോലും അറിയാൻ പോകുന്നില്ല. ഈ കുസുമത്തിനോട് കളിച്ചവരാരും ഇന്ന് ജീവനോടെ ഇല്ല. കൊച്ചമ്മ വീട്ടില് സാറെങ്ങാനും കണ്ടിട്ടുണ്ടാവോ? അയാൾ കണ്ടാത്തനൊന്നും വിട്ടില്ലതാ, അത് നീ പേടിക്കണ്ട. എന്നാലും കൊച്ചമ്മേ നീ പേടിക്കണടാ, നിന്നെ ഞാൻ നോക്കിക്കോളാം. നീ എനിക്ക് ചെയ്തത് എല്ലാ സഹായങ്ങൾക്ക് ഞാൻ തിരിച്ചു സഹായം ചെയ്യും. നീ അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ശരി കൊച്ചമ്മേ, അത് മതി. രാത്രി ഇരുട്ടി. വാ കൊച്ചമ്മേ, നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ നോക്കാം. ശരി വാ, വാടാ വേഗം നടക്ക്. ശരി കൊച്ചമ്മേ. ശരി മേഡം, ഇതാ കയറുന്നു. മേഡം ഇത് ഞാൻ അങ്ങോട്ട് പോട്ടെ? അല്ല നിനക്കെന്താ ഇത്ര തിരക്ക്? അതല്ല മേഡം, എനിക്ക് വീട്ടിൽ പോവാൻ. അവരെ കുറയ്ക്ക്, ആ സ്റ്റോർ റൂം പോയിട്ട് അതിന് തീ കൊടുക്ക്. അവരുടെ ചാരം പോലെ ഇനി അവശേഷിക്കാൻ പാടില്ല. അത് വേണം മേഡം. വേണം, ഒന്നും അവശേഷിക്കാൻ പാടില്ല എന്ന് താൻ പറഞ്ഞത് കേട്ടില്ലേ? ശരി മേഡം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട് മേഡം, പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ചെല്ലേ. മേഡം രക്ഷിക്കും മേഡം, രക്ഷിക്കും മേഡം. മേഡം രക്ഷിക്കും മേഡം, എന്നെ രക്ഷിക്കും മേഡം, എന്നെ കൊല്ലരുത്. ഒരിക്കലും ഈ സത്യങ്ങളൊന്നും ആരും അറിയാൻ പാടില്ല. അതിന് എനിക്കിത് ചെയ്തേ പറ്റൂ. ചാവണ നീ. ഇതാ ശരിക്കും സംഭവിച്ചത്. കരയല്ലേ മോളെ, നിനക്ക് ഞങ്ങളില്ലേ? എന്റെ അമ്മ. പക്ഷേ